ഭാരതാംബ ചിത്ര വിവാദം രാജ്ഭവന് പുറത്തേക്കും. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ ചൊല്ലിയുണ്ടായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടികൾ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് രജിസ്ട്രാർ പറഞ്ഞു. എന്നാൽ സർക്കാരിനോട് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പരിപാടിയിൽ പങ്കെടുത്തു. തന്റെ ശൈലിയും രീതിയും ആര് വിചാരിച്ചാലും മാറ്റാനാവില്ലെന്നും ഗവർണർ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50ാം ആണ്ടെന്ന പേരിൽ ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടകൻ ഗവർണർ. വേദിക്ക് തൊട്ടുമുന്നിൽ ഭാരതാംബ ചിത്രം. ഇതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. ചിത്രം മാറ്റിയില്ലെങ്കിൽ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് രജിസ്ട്രാർ. ചിത്രം മാറ്റാനാകില്ലെന്ന് സംഘാടകർ. ഇതാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. സെന്റ് ഹാളിനകത്തും പുറത്തും പ്രതിഷേധം. SFI KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ ABVP പ്രതിരോധവുമായി എത്തി. ഇതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക്. സെനറ്റ് ഹാൾ പരിപാടികൾക്കായി നൽകുമ്പോഴുള്ള നിയമാവലികളൊന്നും സംഘാടകർ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച പരിപാടി റദ്ദ് ചെയ്യാൻ രജിസ്ട്രാറുടെ നിർദ്ദേശം. വിവരം രാജ്ഭവനെ ഫോണിലൂടെ അറിയിച്ചു. എന്നാൽ ഇത് രേഖാമൂലമല്ലെന്നറിയിച്ച് പരിപാടിയിലേക്ക് ഗവർണറുടെ നാടകീയ വരവ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് ഗവർണർക്ക് വഴിയൊരുക്കി. സെനറ്റ് ഹാളിലേക്ക് പ്രവേശിച്ച ഗവർണർ ദീപം കൊളുത്തി വേദിക്ക് മുന്നിലെ വിവാദമായ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടി ആരംഭിച്ചു. പ്രതിഷേധം എന്തിനെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞ ഗവർണർ ഏറ്റുമുട്ടലില്ലെന്നും അതിനർത്ഥം വഴങ്ങലല്ലെന്നും വേദിയിൽ ഓർമ്മിപ്പിച്ചു. What is my thinking? What is my ideas? What are my perspectives? What are my perspectives? These are my perspective. I don't object to yours. അതിനിടെ SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി. പ്രതിഷേധം കണക്കിലെടുത്ത ഗവർണറെ പ്രധാന കവാടം ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് പുറത്തെത്തിച്ചത്. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ വഴങ്ങില്ല എന്ന നിലപാടെടുത്തതോടെ വീണ്ടും തുറന്ന പോരിന് വഴിയൊരുങ്ങുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.